ലഹു ത്വയ്ബത്തു ത്വയ്ബ വദാറു മുഖാമതി ലഹുൽ ഖുൽദു വൽ ഫിർദൗസു ഖൈറു മുഅറസി. ഖൈറു മുഅറസ് ഇറങ്ങി താമസിക്കാവുന്നതിൽ ഏറ്റവും അത്യുത്തമമായ ഫിർദൗസും ലഹു നബിയുടേതാണ്. അൽ ഖുൽദു ശാശ്വതവാസം, വൽ ഫിർദൗസ് ഫിർദൗസ്. ഏതാണ് ഈ ഫിർദൗസ്? ഖൈറു മുഅറസിൻ ഇറങ്ങി താമസിക്കാവുന്നതിൽ ഏറ്റവും അത്യുത്തമമായ ഫിർദൗസും ആരുടേത് തന്നെ? എല്ലാം നബിയുടേതാണ്. അതൊക്കെ ആലമീന്റെ പരിധിയിലാണ്. നബി ആകട്ടെ അതിൻ്റെ ഒക്കെ റഹ്മത്ത് കൊടുത്ത ആളുമാണ്. പിന്നെ പിന്നെ നബിയുടേതാണ്, രക്ഷയുടെ വീട്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. ഖുർആൻ അല്ലാഹു നിങ്ങളെ രക്ഷയുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. സ്വർഗത്തിന്റെ കൊട്ടാരങ്ങളാ രക്ഷയുടെ വീട്. അതും ആരുടേതാണ്? നബിയുടേതാണ്. പിന്നെ അദിൻ എന്ന തോട്ടവും ജന്നാത്തു അദിൻ, ഏദൻ തോട്ടം, മനസ്സിലായില്ലേ? ഏദൻ തോട്ടവും ജന്നാത്തു അദിൻ എന്ന സ്വർഗവും, അതിനുശേഷം ദാറുസ്സലാമും നബിയുടെ തന്നെയാണ്. ഉസ്ലിഫത്ത്, ആ സ്വർഗത്തെ അടുപ്പിക്കപ്പെട്ടിട്ടുണ്ട് നബിയിലേക്ക്. മുദ്ദാഹൻ തെൽമിസു, ആ സ്വർഗത്തെ അടുപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. തെൽമിസു, ആ സ്വർഗം തേടുന്നുണ്ട്. മുദ്ദാഹൻ, നബിയെ പ്രശംസിക്കുന്നവരെ. മുദ്ദാഹൻ ലഹു, നബിയെ പ്രശംസിക്കുന്നവരെ അന്വേഷിച്ചെടുക്കാണ് ആര്? സ്വർഗം. നബിയെ ഒരാള് പ്രശംസിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ അടിമയാകാൻ നടക്കുകയാണ് ആര്? സ്വർഗം. കാരണം സ്വർഗം നബിയുടെ അടിമയാണ്. നബിയുടെ അടിമയാണ് മുഅ്മിൻ്റെ അടിമയാണ് ആര്? സ്വർഗം. നിങ്ങളോട് മിഞ്ഞാത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ലേ, നിൽക്കുന്നവൻ വരുന്നവന് സലാം പറയാന്ന് പ്രോട്ടോക്കോളിനെതിരല്ലേ? ആ പ്രസംഗം കേട്ടവരില്ലേ? ഞാൻ പറഞ്ഞല്ലോ, പ്രോട്ടോക്കോൾ തെറ്റിച്ചല്ലോ. കാവൽക്കാരൊരിക്കലും വരുന്നവർക്ക് സലാം പറയാൻ പാടില്ല. വരുന്നവർ അവിടെ എത്തുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയേണ്ടതല്ലേ? പ്രോട്ടോക്കോൾ ലംഘിച്ചു. ഇവിടെ സ്വർഗത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുന്ന മലക്കൾ സലാം പറയാണ് വരുന്ന മുഅ്മിനീങ്ങൾക്ക്. അത് പ്രോട്ടോക്കോളിനും എല്ലാ ഫിഖ്ഹിനും എതിരാണ്. എന്തുകൊണ്ട്? അവരോടുള്ള കൊതിയും അവരെ മഹത്വവും. അപ്പം ഈ കാവൽക്കാരായി നിൽക്കുന്നവരെക്കാളും മഹാനാണ് ആര്? മഹാന്മാരാണ് ആ വരുന്നത് മുഅ്മിനീങ്ങൾ. ലഹുൽ ഖുൽദു വൽ ഫിർദൗസു ഖൈറു മുഅറസി ദാറുസ്സലാമിൻ ബഅദ അദ്നിൻ വൗസിലിഫത് വതൽമീസ് മുദ്ദാഹൻ ലഹു കുല്ല മൽമസി വതൽമിസു, സ്വർഗം അന്വേഷിക്കുന്നുണ്ട്. മുദ്ദാഹൻ ലഹു, നബിയെ പ്രശംസിച്ച് നടക്കുന്നവരെ. കുല്ല മൽമസിൻ, എല്ലാ അന്വേഷണവും. സ്വർഗം അരിച്ച് പെറുക്കി അന്വേഷിക്കുക. എവിടെയെങ്കിലും ഇനി ഒരാൾ ഇടയിൽ പെട്ടുപോകരുത്. എൻ്റെ നബിയെ പ്രശംസിക്കുന്നവരൊക്കെ എനിക്കുള്ളിൽ കയറ്റണം. അതായത് ഒരു പോക്കാനെ പോകണ പോരുന്നോല് പോരിട്ടാ അങ്ങനെയല്ല. പഴയ കാലത്തുണ്ടായിരുന്നു, 3 മണിക്ക് 2 മണിക്ക് നാട്ടിൽ നിന്ന് വണ്ടി പുറപ്പെടുന്നുണ്ട്, സംസ്ഥാന സമ്മേളനമുണ്ട് കടപ്പുറത്ത്, പോരുന്നോല് പോരിട്ടോ ആരെങ്കിലും പിന്നെ കയറ്റൂല, അപ്പോൾ പാഞ്ഞു കൂടണം. അങ്ങനെയല്ല. സ്വർഗം കട്ടിലടിയിൽ വരെ നോക്കുകയാണ് ആര്? ഏതെങ്കിലും മാതിഹ്യം അത് ചെയ്ത് അവിടെ തളർന്നു നിൽക്കണേ ഓനെടുത്ത് പോകണം. ഓവർലോഡില്ല, ആരെയും കയറ്റും സ്വർഗത്തിലേക്ക്. പക്ഷെ അവൻ ആരാകണം? മുദ്ദാഹൻ ലഹു, നബിയെ പ്രശംസിക്കുന്നവനാണ്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, 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 അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ. പറഞ്ഞോക്കെ. ദാറുസ്സലാമിൻ ബഅദ അദ്നിൻ വൗസിലിഫത് വതൽമീസ് മുദ്ദാഹൻ ലഹു കുല്ല മൽമസി വമഅവാ വജന്നാത്തുൻ നഈമി തസയ്യനത്. വമഅവാ, അഭയകേന്ദ്രവും നബിയുടേതാണ്. വജന്നാത്തുൻ നഈമി, അനുഭൂതിയുടെ സ്വർഗത്തോട്ടങ്ങളും നബിയുടേതാണ്. തസയ്യനത്ത്, ആ സ്വർഗങ്ങളെല്ലാം അലങ്കൃതമായി നിൽക്കുകയാണ്. ലിഖാദിമിഹി, നബിയുടെ സർവന്റിനെ സ്വീകരിക്കാൻ. തസയ്യനത്ത്, സ്വർഗം അങ്ങനെ അഴക് കൂട്ടി നിൽക്കാണ്. നിന്നെ സ്വീകരിക്കാനടാ, നീ ആരായാ മതി? നബിയുടെ. അതാണ് അബ്ദുകൽ മിസ്കീനു യർജു ഫളിലകൽ ജമ്മൽ ഗഫീർ ഫീക ഖാദ് അഹ്സൻതു അന്നി യാ ബശീറു യാ നദീറു
യാ നബി. എന്താ ഒരു ഈമാനില്ലാത്ത മാറ്റി. യാ ഹബീബ് സലാം അലൈക്കും അഭയ കേന്ദ്രമെന്ന ജന്നത്തുൽ മഅ്വയും നബിയുടേതാണ്. അനുഗ്രഹങ്ങളുടെ പർദീസകളും നബിയുടേതാണ്. തസയ്യനത്ത് ആ അനുഗ്രഹങ്ങളുടെ സ്വർഗങ്ങൾ അഴകാർന്ന് അഴകായി ഭംഗിപ്പെട്ട് അഴകാർന്ന് നിൽക്കുകയാണ്. നബിയുടെ സേവകനായ എന്നെ സ്വീകരിക്കാൻ വേണ്ടി. അങ്ങനെ അർത്ഥം വെക്കാം. ഏതൊരു ഖാദിമിനെയും സ്വീകരിക്കാൻ വേണ്ടി അങ്ങനെ അർത്ഥം വെക്കാം. പിന്നെ ആ സ്വർഗം അവർണ്ണനീയമാണ്. അലാ കുല്ലി മൽബസി, ഇന്ന് വരെ നിങ്ങൾ കണ്ട ഏത് വസ്ത്രത്തെക്കാളും അത് അഴകുള്ളതാണ് ആ സ്വർഗം. ഒരു വസ്ത്രം കണ്ടാൽ നമുക്കൊരു അഴക് തോന്നും. നിങ്ങൾ ഈ ജീവിതത്തിൽ കണ്ട എല്ലാ അഴകുള്ള വസ്ത്രത്തെക്കാളും അഴകുള്ളതായിരിക്കും അന്നത്തെ ദിവസം എന്ത്? സ്വർഗം. അത് അണിഞ്ഞൊരുങ്ങി നിൽക്കാൻ ആരെ സ്വീകരിക്കാൻ? നബിയുടെ സെർവൻറ്റിനെ, നബിയുടെ സെർവൻറ്റിനെ, ഖാദിമിനെ സ്വീകരിക്കാൻ വേണ്ടി അഴകാർന്ന് നിൽക്കുക. അള്ളാഹു അതിൻ്റെ ഉള്ളിൽ കയറാൻ തൗഫീഖ് തരട്ടെ. അപ്പം നീ എന്താവണം? നബിയുടെ ഖാദിമാകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. പിന്നെ നമുക്ക് ഒപ്പം തീർക്കണം.